IPL ഏതാണ്ട് പകുതി മത്സരങ്ങൾ പിന്നിടാനൊരുങ്ങുമ്പോൾ പോയിന്റ് ടേബിളിൽ ഗുജറാത്തിന്റെ ആധിപത്യം. 6 മത്സരങ്ങളിൽ 4ലും ജയിച്ച് 8 പോയിന്റുമായാണ് ശുഭ്മാൻ ഗില്ലിന്റെ ടീം മുന്നിട്ട് നിൽക്കുന്നത്. ഇതുവരെ തോൽവി അറിയാതെ മുന്നോട്ട് വന്നിരുന്ന ഡൽഹി മുംബൈക്ക് മുമ്പിൽ തോറ്റുവെങ്കിലും പോയിന്റ് നിലയിൽ അവർ 2ാം സ്ഥാനത്തുണ്ട്. ഇന്നലെ നടന്ന ലക്നൌ ചെന്നൈ മാച്ചിൽ ചെന്നൈ ജയിച്ചുവെങ്കിലും പോയിന്റ് പട്ടികയിൽ ഇപ്പോഴും അവർ പുറകിൽ നിന്ന് 1ാം സ്ഥാനത്താണ്. അവരുടെ പകുതി മത്സരങ്ങളും പിന്നിട്ട് കഴിഞ്ഞപ്പോൾ 2 മാച്ചിൽ മാത്രമാണ് വിജയിക്കാൻ കഴിഞ്ഞത്. ഇന്നലത്തെ മാച്ചിൽ ധോണിയും ശിവൻ ദുബെയും അവസാന നിമിഷം നടത്തിയ ചെറുത്തുനിൽപ്പാണ് അവർക്ക് വിജയം എളുപ്പമാക്കിയത്. ധോണിയുടെ 100 എടുത്തു പറയേണ്ടതാണ്. 11 ബോളിൽ 4 ഫോറും 1 സിക്സും ഉൾപ്പെടെ 26 റൺസ് നേടിയ ധോണിയായിരുന്നു മത്സരത്തിൽ മാൻ ഓഫ് ദി മാച്ചും. IPL-ൽ മാൻ ഓഫ് ദി മാച്ച് നേടിയ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയാണ് ധോണി. നൂർ അഹമ്മദ് മികച്ച രീതിയിൽ ബൗൾ ചെയ്തിട്ടും എന്തുകൊണ്ടാണ് തനിക്ക് പ്ലെയർ ഓഫ് ദി മാച്ച് അവാർഡ് തന്നതെന്ന് മനസ്സിലാവുന്നില്ല എന്ന് ധോണി തന്നെ പറയുകയും ചെയ്തു. നൂർ അഹമ്മദ് 4 ഓവറിൽ 13 റൺസ് മാത്രമാണ് വഴങ്ങിയത്. പക്ഷേ വിക്കറ്റൊന്നും ലഭിച്ചിരുന്നില്ല. പോയിന്റ് ടേബിളിലേക്ക് തിരികെ എത്തിയാൽ മുംബൈ, ഹൈദരാബാദ്, രാജസ്ഥാൻ തുടങ്ങിയ ടീമുകളും 2 മത്സരങ്ങൾ മാത്രമേ ഇതുവരെ വിജയിച്ചിട്ടുള്ളൂ. അഭിഷേക് ശർമ്മയുടെ ഫോമിലേക്കുള്ള മടങ്ങിവരവ് ഹൈദരാബാദിന് തുടർന്നുള്ള മത്സരങ്ങളിൽ ഗുണം ചെയ്തേക്കും. മുംബൈ ശക്തമായ ടീമാണെങ്കിലും പലപ്പോഴും തലനാരിഴയ്ക്കാണ് വിജയം കൈവിട്ടു പോകുന്നത്. അതുകൊണ്ട് തന്നെ മുംബൈ, ഹൈദരാബാദ് തുടങ്ങിയ ടീമുകൾ അടുത്ത പകുതിയിൽ ശക്തമായി തിരിച്ചുവരാനാണ് സാധ്യത. അപ്പോഴും രാജസ്ഥാൻ റോയൽസിന്റെ കാര്യം പരിങ്ങലിലാണ്. ഏറെ വിമർശനങ്ങൾക്ക് ശേഷം ജയ്സ്വാൾ ഫോമിലേക്ക് മടങ്ങിയെത്തിയ അവസാന മത്സരത്തിൽ ക്യാപ്റ്റൻ സഞ്ജു സ്ട്രഗിൾ ചെയ്യുന്ന കാഴ്ചയാണ് കണ്ടത്. ബാറ്റിംഗ് ബൗളിംഗ് ബാലൻസ് കണ്ടെത്താൻ ഇപ്പോഴും രാജസ്ഥാന് സാധിച്ചിട്ടില്ല. കോമ്പറ്റീഷൻ കടുപ്പമായിക്കൊണ്ടിരിക്കുന്ന സെക്കൻഡ് സ്റ്റേജിൽ ഈ പ്രകടനവുമായി മുന്നോട്ട് പോയാൽ രാജസ്ഥാൻ നിലവിലെ 8ാം സ്ഥാനത്ത് നിന്നും താഴേക്ക് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്.